ഏതെങ്കിലും ഒരു സാധുവിനെ കണ്ടാൽ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിക്കും. ശരിക്കൊരു വസ്ത്രമൊന്നും ധരിക്കാത്തൊരു പാവത്തെ കണ്ട അടുത്തേക്ക് വിളിക്കും. നമ്മളോടൊരു പാവം വന്നിട്ട് ഒരു 10 രൂപ തരും നോക്കുമ്പോ എവിടെ ചെന്നാലും വല്ല ശല്യം തന്നെ പോടുന്നു നാട്ടി നമ്മളാട്ടി. അല്ലാ, നമ്മളെ കയ്യിൽ അല്ല കൊടുക്കാൻ 10ന്റെ നോട്ട് എത്ര ചില്ലറാക്കി തന്നിട്ടുണ്ട്. കൊടുക്കില്ല. ഞാൻ അഥവാ ചോദിക്കുന്നു കരുതി അങ്ങനെ നോക്കിയിട്ടേ പോകുള്ളൂ. അങ്ങനെ നോക്കൂല, അങ്ങനെ നോക്കിയിട്ടേ പോകുള്ളൂ. അയാൾക്കൊരു 10 രൂപ നമ്മൾ കൊടുത്ത് നല്ല മനസ്സോടെ ഇടണമെങ്കിൽ ആ 10 രൂപ കൊണ്ട് അയാളൊന്ന് നന്നായാലോ ഒന്ന് മാറിയാലോ. അങ്ങനെ മാറൂലെന്നുണ്ടോ? മാറും. എത്ര ആൾക്കാരങ്ങനെ മാറിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് ഇടക്കിടക്ക് ഒരു പെണ്ണ് വർത്തമാനത്തിന് വരും. ഉമ്മമാരൊക്കെ അങ്ങനെ ലാലുവെക്ക വീട്ടിലൊക്കെ വർത്തമാനത്തിന് പോകുമല്ലോ. വർത്തമാനത്തിന് വരും ഒരു പെണ്ണെന്നും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ ആ പെണ്ണിനോട് കൂടുതൽ വർത്തമാനം പറയണ്ടെന്ന് പറഞ്ഞ ആയിഷ ബീവിനോട്, ആ പെണ്ണ് നരകത്തിലേക്ക് പേരെഴുതപ്പെട്ട പെണ്ണാണ്, അതുകൊണ്ട് ആ പെണ്ണിന് തൽക്കാലം എന്തെങ്കിലും കൊടുത്ത് പിരിച്ചുവിടാൻ പറയുന്നു. ആ പെണ്ണിന് ദുസ്വഭാവം കൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു, ആ പെണ്ണ് അത്ര നല്ല പെണ്ണല്ല, അതുകൊണ്ട് നിങ്ങൾ വേഗം എന്തെങ്കിലും കൊടുത്ത് പിരിച്ചുവിട്ടാളിന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോകുന്ന സമയത്ത് ഒരു 2 ദീനാർ കൊടുത്ത് പൊയ്ക്കോളിന്ന് പറഞ്ഞു. സംസാരമൊക്കെ നിർത്തി അവിടുന്ന് പിരിഞ്ഞു. ഈ പെണ്ണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ പെണ്ണിനെ വേറൊരു ഭിക്ഷക്കാരൻ സമീപിച്ച് എന്തെങ്കിലും തരുമോ എന്ന് വെച്ചു. എന്തെങ്കിലും തരുമോ? ആര്? ഈ ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പെണ്ണിനോട് എന്തെങ്കിലും തരുമോ? ആ പെണ്ണ് കിട്ടിയ 2 ദീനാർ അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ ആ പെണ്ണിനെ അള്ളാഹു അങ്ങ് സ്വീകരിച്ചു. നേരത്തെ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമതും വന്നിട്ട് പറയാണ്, നബിയേ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, ആ പെണ്ണിന്റെ ദുസ്വഭാവങ്ങൾ അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ, തിരിച്ചു വിളിക്കണമെങ്കിൽ തിരിച്ചു വിളിച്ചോളൂ. നീ ഒരു ഭിക്ഷക്കാരന് നല്ല മനസ്സോടെ ഒരു 10 രൂപ കൊടുത്തു. ആ 10 രൂപ അയാളെക്കാളും വിഷമിക്കുന്ന ഒരാൾക്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭിക്ഷക്കാരനുള്ള ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നീ കൊടുത്ത സ്വതക്ക നല്ല നീയത്തോടെ ആയതുകൊണ്ട്, അയാളത് നല്ല ആൾക്ക് മറ്റൊരാൾക്ക് കൈമാറിയത് കൊണ്ട് അയാളെ അള്ളാഹു അങ്ങ് നന്നാക്കിയാലോ. നിനക്ക് വല്ല കേടുണ്ടോ? എന്നാ ഒരു 10 ഇല്ലെങ്കിൽ 5 കൊടുത്തൂടെ സുഹൃത്തേ? നമുക്കതിന് മടിയാണ്. ഒരു ഫക്കീർ മുന്നിലേക്ക് വരാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമാണ്.